പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ പുതുപ്പള്ളിയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. കാരണം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞൊരു പരാതിയാണ് നമ്മുടെ വഴിയോരങ്ങൾ നടക്കാൻ മേലാത്ത പോലെ കാട് കയറി കിടക്കുന്നത്. അത് പല വാർഡുകളിലുണ്ട്. ശരിക്കും നമ്മളിപ്പം ക്ലീൻ ചെയ്ത് പോകുന്നതെല്ലാം മെയിൻ റോഡുകളൊക്കെയാണ്. ഒരുമാതിരി ഇപ്പം ഞാൻ പറയാം, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളാണേലും മാങ്ങാനത്തു നിന്ന് കൈതപ്പാലം വരെയുള്ള റോഡുകളെല്ലാം ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. റോഡിൻ്റെ ഇരുവശത്തെ കാടുകൾ വെട്ടിത്തെളിച്ച്. എന്നാൽ ഈ വാർഡുകളിലേക്ക് ഈ പ്രവർത്തനം എത്താറില്ല. അപ്പം പല വാർഡുകളിൽ നിന്ന് ഇപ്പം എന്നെ വിളിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്നലെ എന്നെ വിളിച്ചത് കൈതപ്പാലത്തിങ്ക എന്നാണ്. കൈതപ്പാലത്തിങ്ക നമ്മുടെ ഇട്ടിമാണിക്കടവിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ റോഡ്, അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രിയുടെ അവിടെ നിന്ന് അകത്തോട്ട് കിടക്കുന്ന ഒരു റോഡുണ്ട്. ആ റോഡിനും എല്ലാം കാട് പിടിച്ച് ഇന്നലെ പിള്ളേരുടെ നേരെ പാമ്പ് ചാടിയെന്നൊക്കെ പറഞ്ഞു. പിള്ളേരെല്ലാം പേടിച്ച് കയറിയെന്നും പറഞ്ഞ് ഇന്നലെ അവർ വൈകിട്ടും എന്നെ വിളിച്ച്, ഇന്ന് രാവിലെ എന്നെ വിളിച്ച് പരാതി പറഞ്ഞു. അപ്പോൾ അത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 12ാം വാർഡാണ്. അതുപോലെ തന്നെ നമ്മുടെ നാരകത്തോടിന് പോകുന്ന വഴിക്ക് അവിടുന്ന് തച്ചകുന്നിന് കയറുന്നൊരു വഴിയുണ്ട്, ചക്കുമുട്ടിക്കാർ അങ്ങോട്ടൊക്കെ വരുന്നത്. ആ വഴിയുടെ അവിടെ ഇതുപോലെ തന്നെ കാടാണെന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വിളിച്ച് പരാതി പറഞ്ഞു. അതുപോലെ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നിന്ന് നമ്മുടെ പൂലാമ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന വഴി അതും ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുന്നത്. അതുപോലെ പിള്ളേർക്ക് സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർക്ക് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല എല്ലായിടത്തും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ പുതുപ്പള്ളി കണ്ടുവരുന്ന ഒരു പ്രശ്നം, പാമ്പ് ശല്യം ഭയങ്കര രൂക്ഷമായിട്ട് വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. വഴിയോരങ്ങളിൽ പാമ്പുണ്ട്, അതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് പാമ്പുണ്ട്, വീടിൻ്റെ പരിസരത്ത് പാമ്പുണ്ട്. അപ്പോൾ ഇത് മിക്ക ദിവസവും നമ്മളാണെങ്കിലും പാമ്പിനെ പിടിക്കുന്നത്, ചെറിയ പാമ്പിനെയൊന്നും പിടിക്കുന്നതൊന്നും നമ്മൾ വാർത്ത കൊടുക്കുന്നില്ലെങ്കിലും ഒരുപാട് വലിയ പാമ്പ് ഇപ്പം കണ്ടുവരുന്നത് കൂടുതൽ മൂർഖനൊക്കെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തും അതുപോലെ വൈകുന്നേരങ്ങളിലും ആൾക്കാർക്ക്, അതുപോലെ രാവിലെ പ്രഭാത സവാരിക്കാരെല്ലാം ഇപ്പം പാടെ നിർത്തി. കാരണം ഈ വഴിയോരങ്ങളിൽ മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി നമ്മുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും ഈ പുതിയ ഭരണസമിതിയുടെ കാലത്തും സാധിക്കുന്നില്ലെന്ന് വരുന്നത് വലിയൊരു കഷ്ടമായ കാര്യമാണ്. അപ്പോൾ അവർ പറയുന്നത് പഞ്ചായത്തിന് 2 പുല്ല് വെട്ടുന്ന മിഷനുണ്ട്, ജോലിക്കാരുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മൾ ചോദിക്കാൻ പറയാം അവിടെ കാട് വെട്ടിക്കൊണ്ടിരിക്കുക. ഇതൊന്നുമല്ല, ഇതിനൊന്നും ഫണ്ട് കാര്യങ്ങളൊന്നും, ഇതിന് കാട് വെട്ടുന്നതിന് കൊടുക്കാനുള്ള പൈസ കാര്യങ്ങളൊന്നും പഞ്ചായത്തിൽ ഇല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതൊന്നും ചെയ്യാത്തത്. പല വാർഡിലുണ്ട്. ഇടയ്ക്ക് ഏതെങ്കിലും നമ്മുടെ വാർഡിൽ വന്ന് കുറച്ച് കാട് വെട്ടും. കാട് വെട്ടിയിട്ട് അടുത്തടുത്ത് വരുമ്പോഴത്തേന് വീണ്ടും പഴയ പടി തന്നെയാവും. അതുകൊണ്ടാണ് മിക്ക വാർഡിൽ ഇതുപോലെ തന്നെ കാടും പാമ്പ് ശല്യങ്ങൾ. അതുപോലെ ഈ മിക്ക വീടിൻ്റെ ആൾക്കാരൊന്നും ആൾത്താമസം ഇല്ലാത്ത പറമ്പുകളൊക്കെ കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നുണ്ട് ഒരു സൈഡിൽ ലെറ്റർ കൊടുക്കണം, അല്ലെങ്കിൽ അവർ കാട് തെളിക്കണം എന്നൊക്കെ പറയും. ഇതാരാ ചെയ്യുന്നത്? ഇതിൻ്റെ ഉപദ്രവം മുഴുവൻ സാധാരണക്കാർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പറമ്പിൽ കാട് പിടിച്ച് കിടക്കുന്നത് ഇതൊക്കെ സമീപത്തുള്ള ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാരുടെ വീട്ടിലേക്കൊക്കെയാണ് പാമ്പ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമൂലം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ സമീപത്ത് ഒരാൾ പറഞ്ഞു, മിക്ക ദിവസം വീടിൻ്റെ മുറ്റത്ത് പാമ്പാണ്, എന്നെടുക്കാൻ മൊത്തം അടുത്ത പറമ്പുകാരൻ, അവനൊക്കെ ഇഷ്ടം പോലെ സാമ്പത്തികമുള്ളവരാണ്, അവരൊന്നും തെളിക്കത്തുമില്ല, ഒന്നുമില്ല. അവരുടെ ആ പരിസരം മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയൊക്കെ. അപ്പം ക്ലീൻ ചെയ്യാൻ പറയുമ്പോൾ അവർ പറയും നിങ്ങൾ വേണം ചെയ്തോളാൻ പറയും. ഇങ്ങനെ ഒരു സമീപനമാണ് മിക്കയിടത്തും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് അവരോട് പറഞ്ഞു അതൊന്ന് വെട്ടി മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ല, വേണേൽ നിങ്ങൾ ചെയ്തോളാൻ പറയും. ഇങ്ങനെയുള്ള സമീപനമാണ് ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കാട് പിടിച്ച് കിടക്കുകയും പാമ്പ് ശല്യം. ഇതിൻ്റെ പരാതി കേട്ട് മെമ്പർമാർ മടുക്കുകയാണ്. കാരണം ഇതിന് ഒരു പ്രത്യേക സ്കീമോ കാര്യങ്ങളോ, നേരത്തെ തൊഴിലുറപ്പെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പം അവരെവിടെയെങ്കിലും തൊഴിലുറപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ആ പരിപാടികളെല്ലാം നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തോടുകൾ ഇപ്പം മഴക്കാലം വരാൻ പോവുകയാണ്. അപ്പോൾ ആ മഴക്കാലം വരുമ്പോഴത്തേന് ഞാനറിയാം നമ്മുടെ ഇപ്പം പാമ്പാടിയിൽ നിന്ന് വരുന്ന ആ തോട് പുതുപ്പള്ളി 9 മീനടം വഴിയെല്ലാം വന്ന് 9ാം വാർഡ് നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിലൂടെയൊക്കെ കടന്ന് കൊടുരാറിലേക്ക് എത്തിത്തരുന്ന തോടിൻ്റെ കരകളും അതിൻ്റെ തോടിൻ്റെ പരിസരങ്ങളും മുഴുവൻ നാശമായിട്ട് കിടക്കുകയാണ്. പണ്ട് കാലത്തൊക്കെ ഈ തോടൊക്കെ തെളിപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു മഴ പെയ്യുമ്പോഴത്തേനും പുതുപ്പള്ളി പരിസരം മുഴുവൻ മുങ്ങുന്ന ഒരു കാഴ്ചയിലേക്ക് വരും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ നമ്മുടെ പുതുപ്പള്ളിയിലുണ്ട്. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധ ഞാൻ പെടുത്തുകയാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് ഈ മഴയ്ക്ക് മുമ്പായിട്ട്, എന്നാൽ വെള്ളപ്പൊക്കത്തിന് മുമ്പായിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് ജനങ്ങൾക്ക് മാറും. അത് ഇപ്പോൾ ഈ കാടിൻ്റെ പ്രശ്നം, അത് വഴിയോരങ്ങളിലെ കാടുകൾ അത് വെട്ടിത്തെളിക്കാനുള്ള സംവിധാനങ്ങൾ, അത് ഈ മഴക്കാലം വരുമ്പോൾ ആർത്ത് കയറും. എന്നാലും ഇപ്പം ഓരോ ഉണ്ടായി വരുന്ന കുറച്ച് കാടുകളൊക്കെ വെട്ടി മാറ്റുകയാണെങ്കിൽ ഒരു പരിധി വരെ ആൾക്കാർക്ക് നടന്നു പോകാനും മറ്റുള്ള പാമ്പ് ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. അതുപോലെ
അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം പുതുപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. അവിടെ 6 തൂണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും പറഞ്ഞതാണ്, 6 തൂണെ ഒരു തൂൺ അവിടെ നാട്ടി വെച്ചിട്ടുണ്ട്, വെയിറ്റിംഗ് ഷെഡ് എന്നും പറഞ്ഞ്. അവിടെയാണ് ബസ് കയറാൻ ആൾക്കാർ കാത്തിരിക്കുന്നത്. അവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എവിടെ ഒന്ന് കയറി നിൽക്കുമെന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. പുതുപ്പള്ളി ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥലമാണ് പുതുപ്പള്ളി. പുതുപ്പള്ളിയിൽ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ആൾക്കാർക്ക് കയറി നിൽക്കാൻ ഒരു സൗകര്യം ഇല്ലെന്ന് പറയുന്നത് ഏറ്റവും വലിയ, അതിന് എത്രയും പെട്ടെന്ന് ഈ മഴക്കാലത്ത് ഈ ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തനത്തിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ കാര്യത്തിൽ ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം പഞ്ചായത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് അതിനൊന്നും നേരെയില്ല. അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വാർത്ത കൊടുത്താണ് പുതുപ്പള്ളിയിലെ ഫുട്പാത്തുകൾ കയ്യേറിയുള്ള കച്ചവടത്തെ പറ്റി. ഞാൻ കച്ചവടക്കാരെ ഉപദ്രവിക്കാൻ അവരെ ജീവിതമാർഗ്ഗമാണ്. പക്ഷേ ഫുട്പാത്ത് എന്ന് പറയുന്നത് മനുഷ്യന് നടക്കാനുള്ളതാണ്. ആ ഫുട്പാത്തിൽ കൂടെ നടന്നു വരുമ്പോഴത്തേന് അവരുടെ വ്യാപാരത്തിന് തടസ്സമുണ്ടാകുന്ന പറഞ്ഞാൽ അവരെ അസഭ്യം പറയുന്ന ഒരുപാട് സംഭവങ്ങളും പരാതികളും വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ആ ഫുട്പാത്ത് കയ്യേറി ഒരുപാട് വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട്. അത് പുതിയ ഭരണസമിതി കയറുമ്പം തന്നെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്ന പറഞ്ഞിട്ട് അവരെ കൊണ്ടും ഇതിനൊന്നും യാതൊരു കാര്യവും നടക്കത്തില്ലെന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഓരോ വഴിയോരങ്ങളിൽ നിങ്ങൾ ഈ ബസ് പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ ഡോൺ ബോസ്കോയിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അതിൽ നടന്നു പോകുമ്പോഴത്തേന് അവർ പറയുന്നുണ്ട്, പലവട്ടം ആൾക്കാരോടൊക്കെ പരാതി പറയുന്നുണ്ട്. പക്ഷേ സ്കൂളിലും പരാതി പറയുന്നുണ്ട്, നടന്ന് വഴി കൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല, അതുപോലുള്ള വാഹനങ്ങളുടെ വരവാണ്. ആ സമയത്താണ് ഈ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിന് നടപടി എടുക്കാൻ വേണ്ടി പഞ്ചായത്തിനെ കൊണ്ട് ഇതുവരെ സാധിച്ചില്ലെന്ന് പറയുന്നത്. ബാക്കി കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, പാമ്പാടിയിലൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് വാഹനമായിട്ട് വന്ന് അവിടെ ഫുട്പാത്തിലിരിക്കുന്ന ബോർഡുകളും മറ്റുള്ള എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടാണ്. നമ്മുടെ പുതുപ്പള്ളി മാത്രം ഒന്നും നടക്കുകയല്ലെന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ പുതുപ്പള്ളിയിൽ ട്രാഫിക് പോലീസുകാരുണ്ടെന്ന് പറഞ്ഞാലും അവരെ വേണ്ട സമയത്ത് കിട്ടാറില്ല. അവർ ഫുൾ ടൈം ഉണ്ട്. ആക്സിഡൻ്റൊക്കെ വരുമ്പോഴത്തേനെല്ലാം അവരെ വിളിച്ചാൽ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും സ്കൂൾ തുറക്കാൻ പോവുകയാണ്. സ്കൂൾ തുറക്കാൻ പോകുമ്പോൾ നമുക്കറിയാം പുതുപ്പള്ളിയിലെ ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ് പുതുപ്പള്ളിയിലെ കവലയും, അതുപോലെ തന്നെ നമ്മുടെ പഴയ SPT ഇരുന്ന സ്കൂളിൻ്റെ ജംഗ്ഷന്, അതുപോലെ ബസ് സ്റ്റാൻഡ്, അവിടെയൊക്കെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾ വാഹനങ്ങൾ കയറാൻ വേണ്ടി ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അവിടെയൊന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സേവനമോ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രിക്കാനും അതുപോലെ ഈ ഒരു തിരക്കിൻ്റെ സമയത്തെങ്കിലും ഈ കുട്ടികളെ സുരക്ഷിതമായി കടത്തിവിടാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി ഇന്നേ വരെ പുതുപ്പള്ളി കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് അതും വളരെയേറെ കഷ്ടമുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൽ അവസ്ഥ എന്ന് പറയുന്നത് വാഹനങ്ങൾ എതിലെയാണ് വരുന്നത്, എവിടെയാണ് നിർത്തുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അകത്ത് ബസ് കയറി ചിലപ്പോൾ അവിടെ നിർത്തും. അതുപോലെ തന്നെ പുതുപ്പള്ളി മാത്രം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തും ഒരു ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്തും ഒരു ബസ് സ്റ്റോപ്പ്. അപ്പം അവിടെ ഈ ബസ് എവിടെയാണ് നിർത്തുമെന്ന് അറിയാൻ മേലാതെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പോലും ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതിയെ കൊണ്ട് സാധിച്ചില്ലെന്ന് പറയുന്നത് വളരെയേറെ കഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള കുറേ നിരവധി പ്രശ്നങ്ങളാണ്. ഇനിയിപ്പം വരും ദിവസങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എങ്കിലും കുറേ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധപ്പെടുത്താമെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.